ഹായ് പ്രിയപ്പെട്ടവരെ, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ ചാളക്കടവ് എന്ന പ്രദേശത്തേക്കാണ് ഇന്നെൻ്റെ യാത്ര. അവിടെ പാളപ്ലേറ്റ് നിർമ്മാണം എന്നൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് ദേവേട്ടൻ. അപ്പോൾ ദേവേട്ടൻ്റെ ആ കമ്പനിയിലേക്കാണ് ഇന്നെൻ്റെ യാത്ര. അപ്പോൾ അതിന് കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ദേവേട്ടൻ തന്നെ അറിയാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി വരാം. ഓക്കെ, ഇതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുള്ള പാളകളാണ്. ഇവിടെ ചേച്ചി വാഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മെഷീനിൽ നിന്ന് എടുത്ത ശേഷം ക്ലീൻ ചെയ്യുന്നതാണ്. ഇതിൽ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് 10-18ഓളം വെറൈറ്റി പ്രൊഡക്റ്റുകളുണ്ട്. വലിയ 10 ഇഞ്ച് പ്ലേറ്റ് മുതൽ സ്പൂൺ വരെയുള്ള കാറ്റഗറി ഉണ്ട്. അതിൽ കണ്ടെയ്നർ ബോക്സുകളുണ്ട്, സ്പൂണുണ്ട്, പിന്നെ അതുപോലെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ബാഡ്ജുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. പ്ലേറ്റ് മാത്രമല്ല, അതിലുപരി ബൗളുകൾ, സ്പൂണുകൾ, കണ്ടെയ്നർ ബോക്സ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വെറൈറ്റികൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേര് പാപ്ല എന്ന് പറയുന്നത് അതൊരു മീനിങ് കൂടിയുണ്ട്. ലെസ് പേപ്പർ ലെസ് പ്ലാസ്റ്റിക് ആണ്, അതാണ് പാപ്ല. പേപ്പർ പ്ലാസ്റ്റിക് ലെസ്, അങ്ങനെയാണ് ആ പേര് വന്നത്. അതല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വേണമെങ്കിൽ പാം ലീഫ് പ്ലേറ്റും അല്ലെങ്കിൽ പാള പ്ലേറ്റും ഒന്നും വായിക്കാം. ഈ പി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാള എന്നും വായിക്കാം. അങ്ങനെ ആ ഒരു ഡിഫറെൻറ്റ് അതിന് മീനിങ് വരച്ചിട്ടാണ് ഈ പാപ്ല എന്നുള്ള പേരിലേക്ക് വന്നത്. ഇത് പാള പ്ലേറ്റ് മെഷീൻ എന്ന് പറയുന്നത് ഇത് സെമി ഓട്ടോമാറ്റിക് മെഷീനാണ്. അതിൽ നമ്മൾ ഓരോ ഡൈ സെലക്ട് ചെയ്തിട്ട് ഓരോ ഡൈ ആണ് ഇതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോളിക് മെഷീനാണത്. അത് കാല് കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന മെഷീനാണ്. അപ്പോൾ ഓരോ ഡൈക്ക് അനുസരിച്ചാണ് ആ പ്ലേറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ 10 ഇഞ്ച് പ്ലേറ്റുകളാണ്. ഈ സൈഡിലുള്ളതൊക്കെ ഓരോ സൈസുകളാണ്. 8 ഇഞ്ച്, 6 ഇഞ്ച്, 4 ഇഞ്ച് സ്പൂൺ, അങ്ങനെ ചെറിയ സൈസുകളാണ്.
അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ 10 ഇഞ്ചാണ് കൂടുതലുള്ള ഡൈകൾ. ഇതിൽ വരുന്നത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ പാള എടുത്ത് കമുകർഷ എടുത്തതിന് ശേഷം അത് വാഷ് ചെയ്ത് നമ്മൾ ആ വെള്ളം വാർന്നതിന് ശേഷമാണ് ഈ ഡൈയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് ഒരു സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ വെച്ച് കഴിയുമ്പോഴേക്കും ആ അറ്റത്തുള്ള പ്ലേറ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സൈക്കിളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആയ പ്രോഡക്റ്റ് നമ്മളത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതിൽ വേറെ എക്സ്ട്രാ അഡീഷണൽ ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. അതായത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്യുവർ വാട്ടറിൽ കഴുകിയതിന് ശേഷം വെള്ളം വാർന്ന് നമ്മൾ ഇതിലേക്ക് ചെയ്യുകയാണ്. ഇത് ഏകദേശം മെഷീൻ്റെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ 80 to 90 ഡിഗ്രി ഹീറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഹൈജീനിക് ഇഷ്യൂ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഇത് പാള വരുന്നത് നമ്മൾ ഇവിടെ നമ്മുടെ മടിക്കൈ നാട്ടിൽ തന്നെ ഒരുപാട് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ അടുത്തുള്ള പഞ്ചായത്തുകൾ, അതായത് കയ്യൂർ, ചീമേനി പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ പുല്ലൂർ, കേരളം, ആ ഏരിയയിലോട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പഞ്ചായത്തും മടിക്കൈ പഞ്ചായത്തും അതുപോലുള്ള അടുത്തുള്ള പഞ്ചായത്തിൽ നിന്നാണ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ബദിയെടുക്കുക, അല്ലെങ്കിൽ ഷിമോഗ, പുത്തൂർ, ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പാള ഇഷ്ടം പോലെ. അപ്പോൾ നമുക്കധികം ട്രാൻസ്പോർട്ടേഷൻ ഈ പാളയിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പാളയാണ് എടുക്കുന്നത് ഏറ്റവും ലാഭകരമായിട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പാള എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ അത് പൂപ്പലൊന്ന് പോകും. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്യണം. അത് സ്റ്റോക്ക് ചെയ്യുന്നതൊക്കെ നല്ലൊരു എമൗണ്ട് ചിലവാകുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ആക്കുന്ന പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കെട്ടി വെക്കണം. അത് കെട്ടി വെച്ചില്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ഹ്യൂമിഡിറ്റി അനുസരിച്ച് അത് ഫംഗസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.